ഞാൻ ഇന്നലെയാണ് ഈ പരം സുന്ദരി എന്ന് പറഞ്ഞ സിനിമ കണ്ടത്. ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള തുഷാർ ജലോട്ടോട് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയുടെ പേര് മാറ്റിയിട്ട് പരമദ്രോഹം എന്നാക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഒരു സ്റ്റേറ്റിൽ വന്നിട്ട് 2 കൾച്ചർ ഇപ്പോൾ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ കൾച്ചർ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഒരു സില്ലി നോ ബ്രെയിനർ ഒരു റോം കോം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ആർട്ട്, കൾച്ചർ, ഇവിടുത്തെ നമ്മുടെ സ്പോർട്സ്, നമ്മുടെ ലാംഗ്വേജ് ഇതിനെയൊക്കെ കുറിച്ച് ഒന്ന് ചെറിയൊരു റീസേർച്ച് ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇവർ കാണിക്കേണ്ടതല്ലേ. ഇതെല്ലാ കാര്യങ്ങളും വളരെ ഒരു നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. കാരണം അത്ര സില്ലി ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണ്. അത് കഴിഞ്ഞ് ഈ ഇതിൻ്റെ സ്റ്റോറിയിലേക്കൊന്നും നമ്മൾ പോകുന്നേ ഇല്ല. കാരണം 2025 നടക്കേണ്ട ഒരു ഒരു റോം കോം അല്ല ഈ സിനിമയിൽ നടക്കുന്നത്. ഏതോ നൂറ്റാണ്ടിലെ കഥയാണ്. ഇനി അതും കഴിഞ്ഞ് നമ്മളുടെ നായകനും നായികയും സംസാരിക്കുന്ന അവസരങ്ങളിൽ മലയാളം, അതായത് ഒരു കുറച്ച് കാലത്തേക്ക് ബോംബെയിൽ ഡാൻസ് പഠിക്കാൻ പോയി എന്നുള്ളത് മാത്രമാണ് നായികയ്ക്ക് നോർത്ത് ഇന്ത്യയായിട്ടുള്ള ബന്ധം ആസ് പെർ ദ സ്റ്റോറി. എന്നിട്ട് ഒരു ഒരു മലയാളം പറയുന്ന ചില സീനുകളുണ്ട്. മോഹൻലാലിനെയും കട്ടൻ ചായനെയും ഒക്കെ അപമാനിച്ചിട്ടുണ്ട്. അത് കൂടാഞ്ഞിട്ട് ഇവിടെ എത്രയോ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവർക്ക് അവരുടെ ഒരു ഹെൽപ്പ് എടുക്കാനുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഇനി രണ്ട് വായ ഡയലോഗ് ജാൻവി കപൂർ ഇതിൽ പിന്നെ എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റാർസിനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ഓടിപ്പോവും. പിന്നെ അതുപോലെ സുന്ദരി തെങ്ങ് കയറുന്ന ഷോട്ടുകൾ. കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മളൊന്നും ഇതുപോലെ തെങ്ങ് കയറിയൊരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്ന കൾച്ചറാണെന്ന് നമുക്ക് യാതൊരു പിടുത്തവുമില്ല. എല്ലാം കഴിഞ്ഞ് സിനിമയുടെ നമ്മളുടെ കംപ്ലീറ്റ് പിന്നെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ സിനിമ ഇങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ രഞ്ജിപ്പണിക്കറിനെ കൊണ്ട് ഹിന്ദിയും പറയിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതും താങ്ങണം. എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ആകെയുള്ളൊരു കൺസലേഷൻ പ്രൈസ് അവസാനമുള്ളൊരു സെക്സി സോങ് ആണ്. ഇനി ഇതേപോലുള്ള എന്താ പറയുക സില്ലി സംഭവങ്ങളും കൊണ്ട് നമ്മുടെ നാട്ടിൽ വന്ന് ഷൂട്ട് ചെയ്ത് ഇതൊരു ഇൻഡസ്ട്രിയേറ്റ് സിനിമയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ നോർത്ത് ഇന്ത്യൻസ് ചെയ്യരുത്, ഫിലിം മേക്കേഴ്സ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. താങ്ക മുടിയല്ലേ.